പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം നിർമ്മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും ഭജ. ഇപ്പോൾ നമ്മൾ 8 4-ാമത്തെ ശ്ലോകം ചൊല്ലി കുറച്ച് ഭാഗമായി. ഇതിൽ അഹങ്കാരം പറയുന്നിടത്താണ് പുരുഷാപരാധത്തെ പറ്റി സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. യഥാ അഹം ന തദാ മോക്ഷഃ ഭവതി യഥാ അഹം തദാ ബന്ധനം ഇതി മത്വാ ഹേലയാ കിഞ്ചിത് മാ ഗൃഹാണ. എപ്പോഴാണോ ഞാനെന്ന ഭാവം അഹങ്കാരം ഇല്ലാത്തത് അപ്പോൾ ഞാൻ മുക്തനാകുന്നു, അപ്പോൾ മോക്ഷമാകുന്നു. മുക്തഃ ഭവതി മോക്ഷഃ ഭവതി. എപ്പോൾ അഹങ്കാരമുണ്ടോ, അഹങ്കാരം മമത 2 വസ്തുക്കളിലുള്ളത് മമത, പുരുഷാപരാധത്തിലുള്ളത് അഹങ്കാരം. പുരുഷാപരാധം ഒരുപാടാണ്. അതിലെ താതാത്മ്യം, പഞ്ചേന്ദ്രിയങ്ങളിലെ താതാത്മ്യം, അവ വരുത്തിവെക്കുന്ന ദുഃഖം 1. 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളിലെ താതാത്മ്യം, 10 ഇന്ദ്രിയങ്ങളായി. അതുപോലെ തന്നെ മനോബുദ്ധി അഹങ്കാരങ്ങളിലുള്ള താതാത്മ്യം, ആന്തരതാതാത്മ്യം, അവയായി. പ്രാണാദികളിലുള്ള താതാത്മ്യം, 5 പ്രാണന്മാരിൽ ഇപ്പം തന്നെ 19 വിധം താതാത്മ്യാധ്യാസം ഒരു ഭാഗത്തായി. ഇനി ദുഃഖമെടുത്താൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലുള്ള ദുഃഖം, ശരീരത്രയങ്ങളിൽ, ജാഗ്രത്തിൽ സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിൽ വരുന്ന ദുഃഖങ്ങൾ, സ്വപ്നത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, സുഷുപ്തി നഷ്ടപ്പെട്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, 3 വിധ ദുഃഖങ്ങളായി. സപ്തധാതുജങ്ങളായ വികാരങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖങ്ങൾ, അത് 7 ത്വക്ക്, മാംസം, അസ്ഥി, മേധസ്, മജ്ജ, ശുക്രം, രക്തം, രസം, ഇവയെല്ലാം ധാതുക്കളാണ്. അവ ധാതുജ ദുഃഖങ്ങളെന്ന് പറയും. സപ്തധാതുജ ദുഃഖങ്ങൾ. ത്രിദോഷജ ദുഃഖങ്ങൾ, വാതജം, പിത്തജം, കഫജം. ഇങ്ങനെ ദുഃഖങ്ങളെല്ലാം കൂടെ വേറൊരു ദിശയിൽ 21 വിധമാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ചേർന്ന്. അതൊരു ഭാഗം. ഇത് കൂടാതെ ഇപ്പം ആദ്യം മുതൽ എടുത്താൽ മാനസികവും ശാരീരികവുമെന്ന് 2, അതിൽ മുമ്പ് പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരപര്യന്തമായിട്ടുള്ളത്, ഇന്ദ്രിയപരങ്ങളായിട്ടുള്ളത്, അതുപോലെ തന്നെ അന്ധക്കരണ പര്യന്തമുള്ളത്, പ്രാണപര്യന്തമുള്ളത്, ഇങ്ങനെയൊക്കെ അതിനെ വിവച്ഛേദിക്കാം. ഇതിനൊക്കെ സ്പെഷ്യലിസ്റ്റുകളും പണ്ടുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ഇതിനൊക്കെ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ. പഴയ പുസ്തകങ്ങളെടുത്ത് നിങ്ങൾ നോക്കിയാൽ, പഴയ വൈദ്യന്മാരുടെ പുസ്തകങ്ങളെടുത്ത് നോക്കിയാൽ അതിൽ കാണും പ്രാണാചാര്യ,
പ്രാണൻ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ആചാര്യ പരീക്ഷ പാസ്സായവരെയാണ് പ്രാണാചാര്യൻ എന്ന് വിളിക്കുന്നത്. പ്രാണാചാര്യ, ഭഗവതി ശാസ്ത്രികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണാം. പഴയ ഡിഗ്രിയിൽ അങ്ങനെ ഉണ്ട്. ഇതിലെല്ലാത്തിലും ഉണ്ട്. പ്രാണൻ്റെ കാര്യത്തിൽ, ത്വക്കിൻ്റെ കാര്യത്തിൽ, മജ്ജയുടെ കാര്യത്തിൽ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്ത് ചികിത്സിക്കുന്ന ആചാര്യന്മാർ. എവിടെ വെച്ചോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ. ആ പുസ്തകങ്ങൾ വായിച്ചാൽ ഇന്നുള്ള പോലെ അന്ന് ഈ തലങ്ങളൊക്കെ ഉണ്ട്. സമഗ്രത നഷ്ടപ്പെട്ടപ്പോഴായിരിക്കും അവയൊക്കെ പോയത്, ഇല്ലെങ്കിൽ പോകാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങളുണ്ട്. ഇതല്ലാതെ അഹത്തിൽ വരുന്ന ദുഃഖങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. എൻ്റെ എന്ന മമതയിലുണ്ടാകുന്നവ ഞാനെന്ന അഹന്തയിലുണ്ടാകും. ഞാനെന്ന അഹന്തയിൽ വരുന്നത് പുരുഷ അപരാധ രൂപമാണ്. ജീവൻ ഗർഭസ്ഥാവസ്ഥയിൽ കലലം, ബുദ്ബുദം, കർക്കേന്ദു എന്ന അവസ്ഥകൾ കടന്ന് ഞാനിനി ഒരു പാപവും ചെയ്യില്ല, ഈ ഗർഭാശയവാസം എന്നെ അത്ര ക്ലേശിപ്പിക്കുന്നു, ഇനി ഈ താപം എനിക്ക് താങ്ങാനാവില്ല, ഇനി എനിക്ക് ജനിമരണങ്ങൾ വേണ്ട, നാരായണനെ ഒഴിച്ച് ഒന്നിനെയും ഞാൻ കാക്ഷിക്കുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നൊരു വേളയിലാണ് ഭൂജാതനാകുന്നത്. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഗർഭോപനിഷത്ത് മുതലായവയിലെ കൽപ്പന. ഉപനിഷത്ത് കിട്ടിയില്ലെങ്കിൽ രാമായണം സമ്പാദ്യവാക്യം വായിച്ചാലും ഇത് കിട്ടും. അതിനകത്തുണ്ട്, നാരായണനെ ഒഴിച്ച് മറ്റൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിലും താല്പര്യമില്ല, ഇനി ഞാൻ ഒരു പാപവും ചെയ്യില്ല എന്ന് ഗർഭത്തിൽ കിടന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് അതിൽ കാണുന്നത്. അപ്പോഴായി ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിലെത്തിക്കഴിഞ്ഞ് ഭൂമി കാണുമ്പോഴേ ഈ പ്രതിജ്ഞയൊക്കെ മറന്നു പോകുമെന്നാണ്, അവിദ്യ കൊണ്ട് മറന്നു പോകുമെന്നാണ് ശാസ്ത്രകാരന്മാർ അന്നുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഇത് മറന്നിട്ട് ആദ്യം തന്നെ ഇവനിലൊരു അജ്ഞാനമുണ്ടാവും. ഇതമ്മ, ഇതച്ഛൻ, നീ പുത്രൻ. അപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഞാൻ പുത്രൻ. ഞാൻ പുത്രൻ എന്നത് അഹങ്കാരത്തിലുളവാകുന്ന പുരുഷ അപരാധവും, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നത് മമതയിലുളവാകുന്ന പുരുഷാപരാധവുമാണ്. ഇപ്പം രണ്ട് തരം മമത വേറിട്ടും ഒരഹങ്കാരം പുത്രൻ എന്ന നിലയിലും ഉണ്ടായി. ഇതിൽ നിലകൊണ്ടുകൊണ്ടാണ് പ്രപഞ്ചം അവൻ കാണാൻ ഇടയാകുന്നത്. അതിനിടയിൽ അവർ മെല്ലെ അവന് പറഞ്ഞു കൊടുക്കും, ഇത് നിൻ്റെ അച്ഛൻ്റെ സഹോദരൻ, ഇത് നിൻ്റെ അച്ഛൻ്റെ അമ്മ, ഇത് നിൻ്റെ അമ്മയുടെ അമ്മ. നിൻ്റെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് നിൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് എന്തെല്ലാം ഭേദമുണ്ട്, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയും അച്ഛൻ്റെ അമ്മയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്, എന്തൊക്കെയാണ് അവർ നിൻ്റെ ആഗമനത്തെ കാക്ഷിച്ചു നിന്ന നിൻ്റെ അച്ഛനോടും അമ്മയോടും പണ്ട് ചെയ്തിട്ടുള്ളത്, ഇവരെത്രത്തോളമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ എൻ്റെ എന്ന മമതയ്ക്കകത്തേക്ക് അവൻ ഏതൊരു പ്രതിജ്ഞ ചെയ്താണോ ഭൂമിയിലേക്ക് വന്നത് അതിനെ മുഴുവൻ മറന്നു പോകുവാനും, ഈ ഭൂമിയിൽ അവൻ തന്നെ അവനോട് തന്നെ യുദ്ധങ്ങളും അവനോട് തന്നെ സംഘർഷങ്ങളും അവനോട് തന്നെ സന്തോഷവും സന്താപവും ഉണ്ടാകുമാറ് ഒട്ടേറെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എൻ്റെ എന്ന മമതയ്ക്കകത്തേക്ക് എത്തിക്കും. ഇത്രയധികം മനസ്സിലായോ ആവോ? അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അഷ്ടാവക്ര ഗീതയോ മറ്റുള്ളതോ ഒക്കെ പഠിക്കാൻ പോകുന്നത്. ഏത് പഠിക്കാൻ പോകുമ്പോഴും അതിൻ്റെ ബേസിൽ ഈ മമതയുടെ ലോകം കിടക്കും.
തുറന്ന് ഈ മമതയെ ഒന്ന് കണ്ട്, അതെന്തെല്ലാം മമതകളുണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കൾ, എൻ്റെ വീടിനടുത്തുള്ളവർ, എൻ്റെ വീടിനോട് ശത്രുത പുലർത്തിയവർ, അവരുടെയൊക്കെ സജീവ ചിത്രങ്ങളോടുകൂടി. ചിലരെ നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല. വീട്ടിലേക്ക് വന്ന ഒരാൾ പരിചയപ്പെടുത്തി, ഇത് ഗോപാലകൃഷ്ണൻ്റെ മകളുടെ മകനാണ്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അവർ നമുക്ക് ചെയ്ത ഉപദ്രവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുഞ്ഞെ എന്നൊരു വാക്ക് പറയുമ്പോൾ ആ ഗോപാലകൃഷ്ണൻ്റെ ചിത്രവും ഈ വന്നു നിൽക്കുന്ന നമുക്ക് സമപ്രായക്കാരനായവൻ്റെ ചിത്രവും ചേർത്ത് ഒരു ശത്രുവിൻ്റെ സജീവ ചിത്രത്തെ മനസ്സിലേക്ക് നാം കയറ്റി പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് അഷ്ടാവക്രഗീതയുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്നവന് വിദൂരമായൊരു സാദൃശ്യം ആ ഗോപാലകൃഷ്ണൻ്റെ പുത്രനോട് ഉണ്ടായിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊരു ബുദ്ധിമുട്ട് വരും. നമ്മൾ കിടക്കുന്ന ബെഞ്ചിനെടുക്കൽ ഇവൻ കിടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് മാറിപ്പോയി കിടക്കും. ശരിയല്ല. ഇത്തരം ഓർമ്മകളുടെ പടലങ്ങളാണ് പുരുഷാപരാധം കൊണ്ട് മമതയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രകൃതിയും ലോകവും മമതയിൽ നിന്ന് മോചനം നേടാനല്ല സഹായിക്കുന്നത്. അച്ഛനും അമ്മയും ആചാര്യവര്യന്മാരും ഒന്നും മമതയിൽ നിന്ന് മോചനം നേടാനല്ല സഹായിക്കുന്നത്. ഈ വാക്കുകളെ, മമതയുടേതായ വാക്കുകളെ കേൾക്കുന്നൊരു മാത്രയിൽ എന്തിനാണത് എന്ന് ചോദിക്കാൻ കഴിയുന്നവന് മാത്രമേ പുരുഷാപരാധത്തെ തിരിച്ചറിയാൻ പോലും കഴിയൂ. മമതാജന്യമായ പുരുഷാപരാധം ഒരു ഭാഗത്ത്. ഇവിടെ നമുക്ക് മമതാജന്യമല്ല, അഹന്താജന്യമാണ് പഠിക്കേണ്ടത്. ഞാൻ അതിന് മുമ്പ് മമതാജന്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞാണെന്ന് തോന്നുന്നു മമതാജന്യമായത്. പുരുഷാപരാധം എന്ന പദം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഹന്താജന്യമായി ഞാൻ മകനാണ്. അല്പം വളർന്നപ്പോൾ എനിക്കൊരു അനിയൻ ജനിച്ചു, ഒരു സഹോദരൻ എൻ്റെ താഴെ. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു, നീ ജ്യേഷ്ഠനാണ്. ഇപ്പം പുതിയൊരു അഹന്ത എനിക്കുണ്ടായി, മകൻ ജ്യേഷ്ഠൻ. നീ അദ്ദേഹം നിൻ്റെ അമ്മാവനാണ്. അപ്പോൾ എനിക്കൊരു മമതയുണ്ടായി, അനന്തരവൻ. അടുത്ത ആളിനെ പരിചയപ്പെടുത്തി, ഇത് നിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. അതും മകൻ്റെ സ്ഥാനത്തൊരു മമതയുണ്ടായി, അല്ല അഹന്തയുണ്ടായി. സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ടു. നീ വിദ്യാർത്ഥിയാണ്. കുറേ കാലത്തേക്ക് എൻ്റെ അഹന്ത വിദ്യാർത്ഥിയുടെ ഒരു അഹന്തയായി വികസിച്ചു. പലതരം ജോലികളിൽ ഞാനിരുന്നു. അധ്യാപകൻ, എഞ്ചിനീയർ, ഡോക്ടർ, ഏതിലൊക്കെ ഇരുന്നുവോ അതെല്ലാം. അവിടെ അതിൻ്റെ അഹന്തകളുണ്ടായി. അവയിലൊന്നെങ്കിലും ആ അഹന്തയിൽ നിന്നുകൊണ്ട് ചെയ്ത് വിജയിച്ചിട്ടുമുണ്ടാവില്ല. വിജയിക്കുന്നതും എല്ലാം അഹന്തയ്ക്ക് വെളിയിലാണ്. എങ്കിലും ആ അഹന്ത രൂഢമൂലമായി ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി അവയും അഹന്തയുടെ മേലങ്കിയുള്ളതായി. ഇപ്പം തൊഴിൽപരങ്ങളായ അഹന്തകൾ, ആശ്രമപരങ്ങളായ അഹന്തകൾ, ബന്ധത്തിൻ്റെ അഹന്തകൾ, വിപുലമായ ഈ അഹന്തയുടെ ഒരു ലോകത്ത് ആ അഹന്തകളെ ചേർത്ത് സർവജ്ഞാത്മമുനി അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നതാണ് പുരുഷാപരാധം. എന്താ പദം പറയാൻ കാരണം? പൂർണ്ണപുരുഷനായ നിർമ്മമനായ
എന്നെ അപരാധിയാക്കുന്നത് അത്രയും ഈ അഹന്തയാണ്. ഞാൻ പുരുഷനാണെന്നും പുരുഷയിക്കുന്നവനാണെന്നും ഞാൻ കേവലമായ ബോധം മാത്രമാണെന്നും ഉള്ള സത്യത്തെ മറച്ച് അപരാധജന്യമായ മിഥ്യ ആരോപങ്ങൾ എൻ്റെ മേൽ ചമയ്ക്കുന്നു എന്നുള്ളതാണ് പുരുഷാപരാധത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ മമതയുടെ ഘനീഭവിച്ച ലോകങ്ങളിലിരുന്ന് ഉത്തരവാദിത്തം എന്ന് മറ്റുള്ളവനെ ധരിപ്പിച്ച് കടമയെന്ന് മറ്റുള്ളവനോട് വ്യാഖ്യാനിച്ച് ഞാൻ ചെയ്തു കൂട്ടുന്ന എന്നെയും ജഗത്തിനെയും നിത്യനിരന്തരമായി അജ്ഞാനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രംഗം ഒരു നിമിഷം പുരുഷാപരാധമില്ലാതെ ഒന്ന് ചിന്തിച്ചാൽ ബോധ്യമാവും. പുരുഷാപരാധം എന്ന ഒരു പദം പറഞ്ഞാൽ മതി ഇത് മുഴുവൻ പറയാൻ. പുരുഷാപരാധം എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ നിഘണ്ടുവിൽ കാണുകയില്ല മസ്തിഷ്കത്തിലെ എന്ന് വിചാരിച്ചാണ് പുരുഷാപരാധം അതിലെഴുതി ചേർത്ത് അത് ഇന്നതാണ് പുരുഷാപരാധം, മമതയിൽ ഇന്നതാണ് അഹന്തയിൽ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വന്നത്. നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. വിചാരിക്കാം. അപ്പോൾ പുരുഷൻ അപരാധിയാകുന്നത് ഏതെങ്കിലും തെറ്റുകളെല്ലാം ചെയ്തിട്ട് അപരാധിയാകുന്നതും ഈ അഹന്തയിലാണ്. അല്ലാതെ ലോകത്തൊരിക്കലും അപരാധമില്ല. രസകരമായ വസ്തുത, പ്രപഞ്ചത്തെ ഉൽപ്പന്നമാകുന്ന എല്ലാ കർമ്മങ്ങളും പുരുഷൻ്റെ മേൽ അഹന്ത നിർവചിക്കുന്ന അപരാധങ്ങൾ മാത്രമാണ്. ഒരു കൊച്ചുകുട്ടി അവൻ്റെ മേൽ അച്ഛനും അമ്മയും വീട്ടിൽ വന്നവരും പഠിപ്പിച്ച അധ്യാപകരുമൊക്കെ എത്ര കടുപ്പത്തിൽ ഈ പുരുഷാപരാധത്തെ ഏൽപ്പിക്കുന്നു, ആ പദങ്ങൾക്ക് അനുഗുണങ്ങളായ കർമ്മങ്ങളെക്കുറിച്ച് കുറേ അവൻ സങ്കല്പിച്ച് അവനിൽ നിന്നും, കുറേ അവൻ കേട്ടുപഠിച്ചതിൽ നിന്ന് അവിടെ നിന്നും, കുറേ അവൻ വായിച്ചറിഞ്ഞതിൽ നിന്ന് അവിടെ നിന്നും ചേർത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും ഈ ചേർത്ത് കൊടുത്ത അഹന്തയുടെ ബാക്കി പത്രമാണ്. അതാണ് അവനെ ബന്ധിക്കുന്നതും മോക്ഷത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുന്നതും. പുത്രനായിരുന്നു കൊണ്ട് അതിലെ പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തിക്കൊണ്ട്, ഭർത്താവായിരുന്നു കൊണ്ട് അതിൽ പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തിക്കൊണ്ട്, ശിഷ്യനായിരുന്നു കൊണ്ട് അതിൽ പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തിക്കൊണ്ട്, ഗുരുവായിരുന്നു കൊണ്ട് അതിൽ പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തിക്കൊണ്ട്, സഹപാഠിയായിരുന്നു കൊണ്ട് അതിൽ പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തിക്കൊണ്ട്, ഇനി ഞാൻ ഇതുപോലെ പറയാത്ത അതിലെല്ലാം പുരുഷാപരാധരൂപമായ അഹന്ത നിലനിർത്തി അതിൻ്റെ കടമകളും അവകാശങ്ങളും ആഗ്രഹിച്ച ആ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് മോക്ഷത്തിന് ശ്രമിക്കുന്നു.
സാങ്കേതികമായ വിദ്യാഭ്യാസ തലങ്ങളിലൂടെ മാനവൻ എന്നുള്ളതാണ് ഇതൊരിക്കലും നേടാതിരിക്കാൻ കാരണമായിത്തീരുന്നത്. സാങ്കേതികാർത്ഥത്തിൽ ഇത് അന്വേഷിക്കാതെയും പഠിക്കാതെയും ഇതിന് ശ്രമിക്കാതെയും ഈ പുരുഷാപരാധം കൈവരാതെയും ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നുപോലും വായിക്കാതെയും തൻ്റെ പുരുഷാപരാധത്തെ മാത്രം നോക്കിക്കാണുകയും അതിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുന്നവൻ വളരെ വേഗത്തിൽ മോക്ഷത്തിലേക്ക് ഉയരുമ്പോൾ അത്ഭുതസ്തബ്ധനായി 1000 ശ്രവണം കഴിഞ്ഞവൻ വിഷമിക്കുന്നതും ഇതുകൊണ്ടാണ്. മനസ്സിലായോ എന്നെനിക്കറിയില്ല. അങ്ങനെയാണ് ഗർഭോപനിഷത്ത് പറയുന്നത്. ഗർഭോപനിഷത്ത് സ്പഷ്ടമായി പറയുന്നത് അങ്ങനെയാണ്. പരമശാന്തിയിലാണ് അവരെന്നാണ്. വൈദ്യശാസ്ത്രവും അച്ഛനമ്മമാരും ബന്ധുക്കളുമൊക്കെ കുഞ്ഞിൻ്റെ സമാധിക്ക് ഭംഗം വരുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. പഴയ കാലത്ത് ആചാര്യന്മാർ പറഞ്ഞത് ഗർഭിണി നമസ്കരിക്കരുതെന്നാണ്. ഞങ്ങൾക്കിന്ന് ദേഷ്യമാവരുക നമസ്കരിച്ചില്ലെങ്കിൽ. അഹങ്കാരി. നമസ്കരിക്കടയോടെ അച്ഛനും അമ്മയും അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുഞ്ഞ് ഉൽബത്തിനുള്ളിൽ തൻ്റെ 9 മാസത്തെ ഹെർമിറ്റേജിൽ നിന്ന് തൻ്റെ ജീവിതാവസാനം വരെയുള്ള ജ്ഞാനത്തെ നിശബ്ദമായ ഒരു തലത്തിൽ അതിൻ്റെ ബീജരൂപത്തിൽ സുഷുപ്തിയും അതിൽ നിന്ന് ചേതോമുഖനായി സ്വപ്നവും ജാഗ്രത്തും വിരചിച്ചു പോകേണ്ടുന്ന കാലങ്ങൾ അത്രയും കോശാന്തരങ്ങളിൽ സന്നിവേശിപ്പിച്ച് ആരെയും ഉപദ്രവിക്കാതെ ആരുടെയും സഹായമില്ലാതെ തനിക്ക് പോകാവുന്ന ലോകങ്ങളെ മുഴുവൻ ഉൽബത്തിലിരുന്നു കൊണ്ട് പൂർണ്ണതയിലേക്ക് വരാൻ തന്നെ പ്രേരിപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ അതിനെ ഒരു ദ്രവ്യസഞ്ചയമെന്നും വിവരമില്ലാത്തതെന്നും അറിവില്ലാത്തതെന്നും കാണുന്ന അച്ഛനമ്മമാരെക്കാൾ, അധ്യാപകരെക്കാൾ, ഭിഷഗ്വരന്മാരെക്കാൾ, അങ്ങനെ കാണുന്ന ആചാര്യവര്യന്മാരെക്കാൾ വിഡ്ഢികൾ ആരുണ്ട് എന്ന് ചിന്തിക്കുക. തീർച്ചയായും അതെല്ലാം പൂർണ്ണമായി സ്മരിക്കുകയും ആ സ്മരണയുടെ ഏടുകളിൽ പൂർണ്ണതയോടുകൂടി പരിപൂർണതയോടുകൂടി അതിനെ മുഴുവൻ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് എൻ്റെ ജന്മാന്തര പ്രകൃതിയിലെ സ്മരണകളെ അത്രയും സ്വാംശീകരിച്ച് അനേക ജന്മസംസിദ്ധമായ എൻ്റെ ഭാവഭാവങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ച് ഒരു മുട്ട വിരിഞ്ഞ പുഴു എപ്രകാരമാണോ തന്നിൽ നിന്നുണ്ടാക്കിയ ഒരാവരണത്തിനുള്ളിൽ മനോഹരമായി ചിറകുവെച്ച് ശലഭമായി പറക്കാൻ പാകമാകുന്നതിന് അതിനുള്ളിൽ നിശബ്ദതയോടെ സമാധിയിരിക്കുന്നത്, കുതൂഹലം കൊണ്ട് അതിനെ പഠിക്കാനുള്ള അഭിവാഞ്ച കൊണ്ട് അല്ലിയും നാമ്പും മുറിച്ചൊന്നൊന്നായി പരീക്ഷിക്കുന്ന ശാസ്ത്രകാരൻ അതിനെ എടുത്ത് അതിൻ്റെ സ്ഥൂലമായ കൂട്ടിൽ നിന്നും ആ കൂട് കീറിക്കളഞ്ഞ്
അതിൻ്റെ പുഴുവാകുന്ന അവസ്ഥയെ എടുത്തു നോക്കിയും ആ കൂടുപയോഗിക്കാൻ വേണ്ടി അതിനെ തിളച്ച വെള്ളത്തിലിട്ടും പരീക്ഷിക്കുമ്പോൾ അതിൽ നടക്കുന്ന സൂക്ഷ്മവും ഭൗതിക ശാസ്ത്ര കണ്ണുകൾക്കപ്പുറമുള്ളതും ആയ കാര്യങ്ങൾ എങ്ങനെ അറിയുമെന്നറിയാതെ ആ വിഡ്ഢിത്തത്തിനൊരുങ്ങി എല്ലാം ഞാൻ പഠിച്ചു എന്ന അഹന്തയിലേക്ക് നീങ്ങുകയും അതിനനുഗുണമായി കാര്യങ്ങളെ തീരുമാനിച്ച് അതിന്മേൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും അവ 50 കൊല്ലത്തെ നിരീക്ഷണത്തിന് ശേഷം കൃത്യമായി കണ്ടെത്തിയതാണ് എന്ന് ലോകത്തെ ബോധിപ്പിച്ച് അവാർഡുകൾ ഞാൻ വാങ്ങിക്കൂട്ടുകയും എന്നെ ലോകം ആരാധിക്കുകയും ഞാൻ ലോകത്തിനായി കൊടുത്ത ആശയത്തെ ശാസ്ത്രമെന്ന് പറയുകയും അത് ആ പ്യൂപ്പയ്ക്കുമേൽ പരീക്ഷിക്കുകയും ചെയ്ത് 12 കൊല്ലത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം എൻ്റെ പരീക്ഷണം നശിപ്പിച്ച് 50,000 പ്യൂപ്പകളും അത് വികൃതമാക്കിയ 50,000 ശലഭങ്ങളും മുൻപിലെത്തുമ്പോൾ മറ്റൊരുത്തൻ പുതിയൊരു സിദ്ധാന്തവുമായി വന്ന് എൻ്റെ സിദ്ധാന്തത്തെ തള്ളുമ്പോൾ 50 കൊല്ലത്തെ ആ ജീവികൾ അനുഭവിച്ച വേദനയുടെയും യാതനയുടെയും പരിഹാരം തിരിച്ച് പ്രകൃതിയെയും കാലത്തെയും കൊണ്ടുവന്ന് ചെയ്യാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്ന് ശാസ്ത്രം മറന്നുപോകുന്ന ഒരഹന്തയിൽ. മനസ്സിലായില്ല? തിരിച്ചു പോക്കില്ല ഇതിന്. ഈ പരീക്ഷണ നാളികൾക്കൊന്നും തിരിച്ചു പോക്കില്ല. നിങ്ങൾ പരീക്ഷിക്കുന്ന ഒരു രംഗം ഞാൻ ചിത്രശലഭത്തിൻ്റെത് പറഞ്ഞു വന്നേ ഉള്ളൂ. മുട്ടയും പുഴുവും പ്യൂപ്പയും ആ പ്യൂപ്പ കിടന്നു വരുന്ന ഇതുപോലെ ഒരു സ്ത്രീയുടെ അണ്ടം അവരുടെ ഗർഭാശയത്തിലേക്ക് ഊർന്നു വന്ന് 50,000-ൽ പരമോ 50 ലക്ഷത്തിൽ പരമോ 50 ദശലക്ഷത്തിൽ പരമോ ആയ 100 ദശലക്ഷത്തിൽ പരമോ ഉള്ള 10 മില്യൺ 100 മില്യൺ 110 മില്യൺ ബീജങ്ങളാണ് ചലിച്ച് കയറിപ്പോകുന്നത് ഫൈലോപ്പിയൻ ട്യൂബിലൂടെ. അതിൽ നിന്ന് ഒന്നിനെ മാത്രമാണ് അണ്ഡം സ്വീകരിക്കുന്നത്. ആ 100 ദശലക്ഷം സാധനവും 100 അണ്ഡങ്ങളിൽ 100 ദശലക്ഷം അണ്ഡങ്ങളിൽ സ്ഥാപിച്ചാൽ ഒരു പ്രാവശ്യം ഒരു പുരുഷനിൽ നിന്നുണ്ടാകുന്നത് 100 ദശലക്ഷം കുഞ്ഞുങ്ങളായിരിക്കും. യു കൺ ഫോളോ. സ്ത്രീകളെ മൊത്തം എടുത്താലും ഇത്ര അണ്ഡം ഉണ്ടാവില്ല. ഇത്ര അത്ഭുതമുള്ള ലോകമായത്. ശാസ്ത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അധ്യാപകനാണെന്ന് തോന്നുന്നു. സബ്ജക്റ്റ് ബയോളജി. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. എൻ്റെ ഊഹം തെറ്റിയില്ല എന്ന് തോന്നുന്നു. പഠിപ്പിക്കുമ്പോൾ നിങ്ങളോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഈ ബയോളജി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. Am I right? ഒരണ്ടവും ഒരു ബീജവും മാത്രം. അതിന് സ്വയംവരമെന്നാണ് പ്രാചീനർ പറയുക. അതുകൊണ്ടാണ് ചക്രവർത്തിമാർ സ്വയംവരത്തിന് പ്രാധാന്യം കൊടുത്തത്. സ്ത്രീ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ സ്വപ്നങ്ങളിൽ പൂർണ്ണനായവനെ വിവാഹം കഴിച്ചു എങ്കിൽ മാത്രമേ, സ്വപ്നങ്ങൾ സംയോജിക്കുന്നു എങ്കിൽ മാത്രമേ അകത്ത സ്വപ്നത്തിൽ ഈ വരണമാല്യം അണിഞ്ഞ് സ്വീകരിക്കുകയുള്ളൂ. അത് സ്വപ്നത്തിൻ്റെ ലോകമാണ്, ജാഗ്രത്തിൻ്റെ ലോകമല്ല. ജാഗ്രത്തിനൊന്നും ചെയ്യാനില്ല അവിടെ. ജാഗ്രത്തിലെ ധീരത ധീരതയല്ല, ജാഗ്രത്തിലെ ഭീരുത്വം ഭീരുത്വമല്ല, ജാഗ്രത്തിലെ ജ്ഞാനം ജ്ഞാനമല്ല. സ്വപ്നാധികമായ ലോകത്ത്
100 ദശലക്ഷം ബീജങ്ങൾ എന്നെ വരിക്കേണമേ എന്നെ വരിക്കേണമേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അതിലൊന്നിനെ മാത്രം വരണമാല്യമിട്ട് സ്വീകരിക്കുകയും അതൊരു സൈഗോട്ടായിത്തീരുകയും അത് ഫീറ്റസായി വളരുകയും അതിന് ആവരണമായ ഒരു കല അതിൽ തന്നെ ഉണ്ടാവുകയും അതിലിരുന്നു കൊണ്ട് വളരുകയും അത് പൂർവസ്മൃതികളുടെയും ഭാവി സാരള്യത്തിൻ്റെയും അനന്തലോകങ്ങളെ അതിലിരുന്നു കൊണ്ട് സമാധിസ്ഥമായി രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സമാധിയെ ഭംഗം വരുത്താത്ത ഒരറിവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ലോകങ്ങളിൽ ജീവിക്കുന്ന ഒരമ്മയും അച്ഛനും അതിൻ്റെ കുടുംബാന്തരീക്ഷവും അതിനെ ആശ്രയിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാചാര്യ പാരമ്പര്യവുമുള്ള സംസ്കൃതിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞു വരുമ്പോൾ അതിൻ്റെ ജ്ഞാനഹേതുകമായ വളർച്ചയുടെയും വികാസത്തിൻ്റെയും പരിണാമങ്ങൾ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്നതിനേക്കാൾ എത്ര ഉദാരവും എത്ര പ്രാകൃതികവും എത്ര ഉദാത്തവും ഉന്നതവുമായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള സഹജമായ ശേഷിയിലേക്ക് ആധുനിക മാനവികത അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് ഇനിയും ഉയർന്നു വന്നിട്ടില്ല. Agreed. ചിന്തിച്ചു നോക്ക്. വീട്ടിൽ പോയി ഞാൻ വളർത്തുന്നു എൻ്റെ മകനെ, ഈ സമൂഹം എൻ്റെ മകനെ വളർത്തിവിടുന്നു, അധ്യാപകൻ വളർത്തുന്നു, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വളർത്തുന്നു, സ്വാശ്രയ കോളേജുകളുണ്ടെങ്കിലേ ഇനി രക്ഷയുള്ളൂ. ഇതൊക്കെ അർത്ഥശൂന്യമാകുന്നൊരു മൊമെൻ്റുണ്ട് ഒരു ചിന്തകൻ്റെ മുമ്പിൽ. നിങ്ങൾക്ക് ഇമാജിറി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനീ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഡ്സ്വർത്തും പറഞ്ഞിട്ടുണ്ട്, കവികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കവികൾ പറഞ്ഞൊന്നും കൂട്ടണ്ട, ശാസ്ത്രം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ ആചാര്യന്മാർ ഒരു അമ്മ ഒന്ന് നമസ്കരിക്കാൻ തുടങ്ങുകയാണ്, അവർ ഗർഭിണിയാണ് എങ്കിൽ പറയും നോ, ഞാനിപ്പോൾ നമസ്കരിക്കേണ്ട അവസ്ഥയിലാണ്, കാരണം കുഞ്ഞിൻ്റെ സമാധിയുടെ സമയം. ഒരു പ്യൂപ്പ എങ്ങനെ ശലഭമാകാൻ കൂടുകൂട്ടിയിരിക്കുന്നുവോ അതുപോലെ ഉൽബത്തിൽ കൂടുകൂട്ടി ഇരിക്കുന്നു. പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊന്നും അതിൻ്റെ സമാധിക്ക് ഭംഗം വരുത്തരുത്. അമ്മയുടെ വികാരങ്ങളൊന്നും അതിൻ്റെ സമാധിക്ക് ഭംഗം വരുത്തരുത്. അച്ഛൻ്റെ ആക്രോശങ്ങളൊന്നും അതിൻ്റെ സമാധിയെ ഭഞ്ജിക്കരുത്. സമൂഹത്തിൻ്റെ ആക്രന്ദനങ്ങളൊന്നും അതിൻ്റെ സമാധിയെ കളഞ്ഞു കുളിക്കരുത്. മിനിമം മനുഷ്യൻ ഇത്രയുമെങ്കിലും സംസ്കാരം കാണിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. ഞാൻ പറഞ്ഞത് അധികമായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ ദുഃഖം അവിടുന്ന് പുറത്തു വരുന്ന ബോധത്തിൽ മാത്രം, ഒരു പുനർജനിയുടെ ദുഃഖം, അതിൻ്റെ താപത്രയങ്ങൾ അനുഭവിക്കുന്ന പുനർജനിയുടെ ദുഃഖം, അത് ഈ സമാധിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നാരായണനെ മാത്രം ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കുഞ്ഞറിഞ്ഞത് ഈ ജനന മരണങ്ങൾ ദുഃഖമാണെന്ന്? സമാധിയിൽ നിന്ന്. അതുകൊണ്ട് ഇനിയൊരു ജന്മം വേണ്ട. അത് അറിവിൻ്റെ ദുഃഖമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും ആക്രന്ദനത്തിൻ്റെ ദുഃഖമല്ല. ദുഃഖത്തെ തിരിച്ചറിയുന്ന ഒരു മൊമെൻറ്റിലെ അറിവ്. എത്ര ജന്മങ്ങളായി ഞാൻ, അതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഇങ്ങനെ ഇരുന്നതുകൊണ്ട്. എൻ്റെ എത്ര ജന്മങ്ങൾ
ഞാൻ എത്ര മരങ്ങൾ കയറി, എത്ര മതിലുകൾ ചാടിക്കടന്നു, എത്ര ആളുകളെ ഉപദ്രവിച്ചു, എത്ര പേരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി, എത്ര കർമ്മങ്ങൾ ഞാൻ ചെയ്തു. ഭഗവാനെ, ഇനി വേണ്ട ഈ വേഷം, ഇത് മതി. എന്നെ ഇനി ഒരിക്കലും പുനർജനനീ ജഠരത്തിലേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുവരരുത്, അങ്ങയെ മാത്രം ഞാൻ പ്രാപിക്കുന്നു എന്ന് പറയുന്നൊരു നിമിഷത്തിൽ പ്രസവിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അത് സമാധിയെ എതിരായി ബാധിക്കുന്നില്ല, സമാധിയിൽ നിന്നാണ് അത് അറിയുന്നത്. ഭൂജാതനാകുമ്പോൾ ഒന്ന് ചുറ്റുപാടുകൾ കാണുമ്പോൾ അതിൻ്റെ മാസ്മരപ്രഭയിൽ ഇത് വിസ്മൃതമാകുന്നു. 2 പുരുഷാപരാധരൂപമായ അഹങ്കാരം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നു. നീ മകനാണ്, ഉടനെ ഒരു കടമ വന്നു. ഏത് അഹന്തയ്ക്കും ഒരു കടമയും ഒരവകാശവും അപ്പുറമുണ്ട്. ഏതഹന്തയ്ക്കുമുണ്ട്. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് അഹന്തയിൽ എന്തുത്തരമുണ്ടോ അതിന് ഈ ഭൂമിയിൽ കുറേ അവകാശങ്ങളുണ്ട്. ആ അഹന്ത ഏത് പേരിലാണോ നിങ്ങൾ പറയുന്നത് അതിന് ഈ ഭൂമിയിൽ കുറേ കടമകളുമുണ്ട്. ലോകം അംഗീകരിച്ച കടമകളുടെയും അവകാശങ്ങളുടെയും ലോകത്ത് ഘനീഭവിച്ച പുരുഷാപരാധവുമായിരുന്ന് ബന്ധമോക്ഷത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ ചിന്തിച്ചു നോക്കൂ. ആരാണ് നിങ്ങൾ? ഞാൻ സന്യാസിയാണ്. എന്തെല്ലാം കടമകളുണ്ടെന്നാണ് ലോകം വിചാരിക്കുന്നത്, അയാൾ വിചാരിക്കുന്നത് ഇതെൻ്റെ കടമയാണ്. ശരിയല്ല. ഞാനൊരു സന്യാസിയല്ലേ, എന്നോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അവകാശമായി. ശരിയല്ല. ഈ 2 തലങ്ങളിൽ ആന്തോളനം ചെയ്യുകയാണ് മാനവൻ. ശരിയല്ല. നിങ്ങൾ ഏത് തലത്തിൽ പെരുമാറുന്നു അവിടെയെല്ലാം അവകാശവും കടമയുണ്ട്. ഞാനൊരു അച്ഛനാണ്, എൻ്റെ കടമകൾ എനിക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാനൊരു അച്ഛനാണ്, എനിക്കുമില്ലേ ചില അവകാശങ്ങൾ? ഏത് കടമയും ഏത് അവകാശവും അഹന്തയാൽ ആവൃതമാണ്. എല്ലാ അഹന്തയും പുരുഷ രൂപത്തിനുമേൽ, ആത്മരൂപത്തിനുമേൽ ആവൃതമാകുന്നൊരപരാധവുമാണ്. പുരുഷാപരാധജന്യമാണ് ഈ പ്രപഞ്ചം. നമ്മൾ എവിടെ ചെന്നോട്ടെ, നിങ്ങളവിടെ ഒരു പൈസ കൊടുത്ത് പേരെഴുതി അകത്ത് കയറിയാൽ നിങ്ങളൊരു അവകാശവും വന്നു, ഒരു കടമയും വന്നു. ശരിയല്ല? ശരിയല്ല? എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം, ആ രജിസ്ട്രേഷൻ നിങ്ങളിലൊരു കടമ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയല്ല? എങ്ങനെ പെരുമാറണം, എന്തൊക്കെ പെരുമാറാവൂ എന്നൊരു കടമയുണ്ട്. അത് നിങ്ങൾക്കെല്ലാം പൊതുവെ ഉണ്ടാവും ആ ചിന്ത. അത് കഴിഞ്ഞാൽ എന്തൊക്കെ തരണം, എങ്ങനെയൊക്കെ ലഭിക്കണം എന്നുള്ളതിനൊരു അവകാശവും ആന്തരികമായുണ്ട്. ശരിയല്ല? എങ്ങനെയോ അങ്ങനെ എന്നുള്ളതെല്ലാം ഇല്ലാതാക്കുന്നതാണ് എല്ലാ കടമകളും എല്ലാ അവകാശങ്ങളും. യാഥാതഥ്യബോധത്തെ ഉന്മൂലനം ചെയ്യുന്നവ മാത്രമാണ് എല്ലാ കടമകളും എല്ലാ അവകാശങ്ങളും. അവയെല്ലാം പുരുഷാപരാധജന്യവും എല്ലാ പുരുഷാപരാധങ്ങളും മുക്തിക്ക് വിഘാതങ്ങളുമാണ്.
ഇറ്റ്സ് ടു സിമ്പിൾ. ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന സമാധിക്ക് ഭംഗം വന്നിട്ട്, അതുകൊണ്ടാണ് ആ സമാധി ഭംഗപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. ഇപ്പോഴും വളർച്ചയായി. പുറത്തുള്ള ശബ്ദങ്ങൾ അതുപോലെ ആയിരിക്കണം, ആ സമാധിയെ ഭംഗം വരുത്താത്തതായിരിക്കണം. കാരണം ശബ്ദങ്ങളിൽ നിന്നാണ് അത് തൻ്റെ അടുത്ത ലോകങ്ങളെ വിരചിക്കുന്നത്. 7ാമത്തെ ആഴ്ച മുതൽ പുറത്തുള്ള ശബ്ദം കേൾക്കും. വരാൻ പോകുന്ന ലോകങ്ങളെ വിരചിക്കുന്നത് അതാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു സന്ദേശത്തിലാണ് അതിൻ്റെ അന്ത്യം. പത്മവ്യൂഹം ഭേദിക്കാനും പത്മവ്യൂഹം തകർക്കാനും ഉള്ളതിൽ ആ സമാധി അവസാനിച്ചാൽ ഏതെല്ലാം ആചാര്യന്മാർ എങ്ങനെയെല്ലാം പഠിച്ചാലും പത്മവ്യൂഹം തകർക്കാനല്ലാതെ രക്ഷപ്പെടാനുള്ള അറിവ് അങ്ങോട്ട് കയറില്ല. മഹാഭാരതം പ്രമാണം. ശബ്ദം കേൾക്കുന്നു എന്ന ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് 100% സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ശ്രീരാഗവും ഭൈരവിയും ഒക്കെ വെച്ച് പരീക്ഷണങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ധാരാളമായി നടക്കുകയാണ്. ഓറിയൻ്റൽ സ്റ്റഡീസ് ഓഫ് അമേരിക്ക വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ഈ രംഗത്ത് നടത്തി കഴിഞ്ഞു. അവർ പരീക്ഷണമൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ കുറേ ആളുകൾ അവിടെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശാസ്ത്രീയമാണ്, ഹിന്ദുമതം ശാസ്ത്രീയമാണെന്നൊക്കെ പറയല്ലാതെ ഇവിടെ ഇരുന്ന് പരീക്ഷിക്കണം. മനസ്സിലായില്ല? ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതെല്ലാം എൻ്റെ ഉപ്പൂപ്പ കാനയുണ്ടായിരുന്നു എന്ന് പറയാനല്ലാതെ കേൾക്കുന്നവനത് കുഴിയാനയായിട്ട് തോന്നും. മനസ്സിലായില്ല? ഈ രംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ ജലത്തെക്കുറിച്ചുള്ള പരീക്ഷണം തന്നെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നതാണ്. പരീക്ഷണമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഇവിടെ നിർത്തിയത് പലതും നല്ലതാണെന്ന് അന്ന് തോന്നും. ഇപ്പോൾ അത് പ്രയോജനമുണ്ടെന്ന് അനുഭവത്തിലുണ്ടെങ്കിൽ പോലും ശാസ്ത്രം സമ്മതിക്കുന്നില്ല. ശാസ്ത്രം സമ്മതിച്ചില്ലെങ്കിൽ അനുഭവം നിഷേധിക്കേണ്ടതാണ്. ഇന്നത്തെ അനുഭവം നാളെ ശാസ്ത്രം സമ്മതിച്ചാൽ ശാസ്ത്രീയമായി. സമ്മതിക്കുന്നിടം വരെ അത് ഉപയോഗിക്കാൻ പാടില്ല. ശരിയല്ല. ഇന്നലെയും അങ്ങനെയാണ്. ആരിൽ നിന്നും അതുണ്ടായതെന്ന് തോന്നുന്നു. ആരിൽ നിന്നും അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നു. ആരോ ഇവിടുന്നോ ഒരു വിയോജനക്കുറിപ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു ആ സമയത്ത്. അങ്ങനെ നടക്കുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുവോ എന്ന് ആരോ ചോദിച്ചു തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഏതിലോ ഒന്നിൽ ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ കാരണം ഇതാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്ക് സമ്മതമാകുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ സങ്കല്പവും ഒക്കെ വെച്ച് നമുക്ക് സാമാന്യ വിവരമുണ്ടെങ്കിൽ നമ്മളും ഗർഭാശയത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളുടെ ഓർമ്മകളെ അതിസൂക്ഷ്മമായി പായിച്ചാൽ, ആ കിടപ്പെന്നോർത്താൽ, ഇന്ന് കിടക്കുന്ന കുട്ടിയെ ചേർത്ത് വെച്ച് പഠിച്ചാൽ, ആ കുട്ടി വളർന്ന് പുറത്തു വരുന്നത് ആലോചിച്ചാൽ, ആശുപത്രിയിലേക്ക് ഒരു പ്രാവശ്യം പോലും പോകാത്ത ഒരു സ്ത്രീയുടെ കുഞ്ഞും ആശുപത്രിയിലേക്ക് 10 പ്രാവശ്യം പോയി പരിശോധിച്ച കുഞ്ഞും ഭൂജാതനാകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ്. ശരിയല്ല? ആശുപത്രികൾ ഇല്ലാതിരുന്ന കാലത്തും മനുഷ്യനിവിടെ ജനിച്ചിട്ടുണ്ട്.
ഇപ്പം ഏതെങ്കിലും ടെസ്റ്റ് ട്യൂബിൽ പരീക്ഷണം നടത്തിയിട്ട് കുഞ്ഞിൻ്റെ ഓരോ ഘട്ടത്തിലെയും വളർച്ചയ്ക്ക് പറ്റിയ മരുന്ന് കൊടുത്തിട്ട് വളർച്ചയ്ക്ക് പഠനം നടത്തി WHO പറഞ്ഞ രീതിയിൽ ആഹാരം കൊടുത്തിട്ട് തന്നെയൊന്നുമല്ല കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ശരിയല്ല. സോ ആ കുഞ്ഞിൻ്റെ വളർച്ച ആഹാരത്തിൽ നിന്നാണോ? 10 സ്ത്രീകളെ എടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് 10 സ്ത്രീകളെ എടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് പരീക്ഷിച്ച് നമുക്ക് അന്ധനെയും ബധിരനെയും ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചേനെ. മനസ്സിലായില്ല. ഒരു ടിന്നിനകത്ത് അന്ധനെ സൃഷ്ടിക്കാനും ബധിരനെ സൃഷ്ടിക്കാനും വന്ധ്യതയുള്ളവനെ സൃഷ്ടിക്കാനും പറ്റിയ ഫുഡുകളൊക്കെ ഉണ്ടാക്കി മാർക്കറ്റിൽ അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിറക്കി ഒരു രാജ്യത്തെ മുഴുവൻ അന്ധമാക്കിയാൽ മനസ്സിലായില്ല. മനസ്സിലായില്ല. വൈറസ് കൊണ്ടുള്ള യുദ്ധങ്ങളും മറ്റും നടത്തിയിട്ട് അവ പോലും വിജയിച്ചിട്ടില്ല ലോകത്ത്. ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര പേരെ ഇന്ന രോഗികളായി കാണാമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും $500 കോടി $100 കോടി അതിൻ്റെ ചികിത്സയ്ക്കായി ഒരു കോടീശ്വരൻ ഇന്ത്യയിൽ നൽകുകയും ചെയ്ത് കാത്തിരുന്നിട്ടും ഉദ്ദേശിച്ച പോലെ ഇത് കൂടി കിട്ടിയില്ല. വിതച്ച വൈറസ് കത്തിയില്ല. അതിനെ ആഗിരണം ചെയ്യാൻ മനസ്സുകളെ സുസജ്ജമാക്കാൻ മാധ്യമങ്ങൾ വേണ്ടത്ര സൗകര്യം ചെയ്തിട്ടും കത്തിയില്ല. മനസ്സിലായില്ല. രാജ്യങ്ങളും തമ്മിലുള്ള പൗരാണിക യുദ്ധങ്ങളിൽ നിന്നും ആധുനികങ്ങളായ ആയുധ സജ്ജീകരണങ്ങളിൽ നിന്നുമൊക്കെ രാജ്യങ്ങൾ പിന്മാറുകയും രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ രാജ്യങ്ങളെ നശിപ്പിക്കുവാനുണ്ടാക്കിയ ആയുധങ്ങൾ അതേ രാജ്യത്ത് തന്നെ അതിൻ്റെ ഭരണാധികാരികളെ തകർക്കാൻ ഭീകരർ താണ്ഡവമാടാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ രാജ്യങ്ങളെല്ലാം ആയുധങ്ങളിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് പുത്തൻ പരീക്ഷണങ്ങളിൽ മുഴുകുകയാണ്. മൺമറഞ്ഞുപോയ രോഗങ്ങളുടെ വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയകളെയും മൈക്രോബുകളെയും അവയെ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റിയ ന്യൂക്ലിക് അമ്ലങ്ങളിൽ നിന്ന് വേർതിരിച്ച് അവയുടെ ന്യൂക്ലിക് അമ്ലങ്ങളെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകൾ പോലെയാക്കി അവയുടെ സാധ്യതകളെ വിതച്ച് എങ്ങനെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അവകാശപ്പെട്ട രോഗങ്ങളുടെ പോലും പ്രോട്ടോടൈപ്പുകളെ രൂപപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. മനസ്സിലായില്ല. വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇതാണ് കാലം. ഈ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും ഒക്കെ പുറത്ത് ഇഷ്ടം പോലെ നൃത്തം ചെയ്യട്ടെ. ഞാനുണ്ടെങ്കിൽ അവയും ഉണ്ടാകും. അവയും ഞാനുമായി യുദ്ധമൊന്നുമില്ല. അവ എന്നെ ആക്രമിക്കുകയില്ല. അവയുടെ നടുക്കുകൂടെ സ്വച്ഛന്തം ഞാൻ സഞ്ചരിക്കുമെന്ന് ധനാത്മകമായി ചിന്തിക്കുന്നൊരു മാനവ സമൂഹത്തിന് മാത്രമേ നാളെ പിടിച്ചു നിൽക്കാനാവൂ. അതിൻ്റെ സൃഷ്ടി അതെൻ്റെ അന്തരിന്ദ്രിയ തലങ്ങളിലെ അറിവിൻ്റെ ലോകങ്ങളിൽ മാത്രമാണ് സംജാതമാകുന്നത്, ആയുധങ്ങളിലല്ല.
അതിൻ്റെ ശാക്തികമായ വികാസ പരിണാമങ്ങൾക്കുതകുമാറ് മാനവചേതനയെ സുസൂക്ഷ്മം നന്മയിലേക്ക് നയിച്ച കുറെ ചിന്തകളുണ്ട്. അവർ പഠിച്ചതായി പുരുഷാപരാധമൊക്കെ. അപ്പോൾ ജനിച്ചു വീഴുന്നത് മുതൽ നീ ആത്മാവാണെന്നും നീ സർവശക്തനാണെന്നും നീ നിരഞ്ജനനാണെന്നും നീ നിരാമയനാണെന്നും. ഒരു രാജ്യത്തൊരു രാജാവ്, ആദ്യത്തെ കുട്ടി ജനിച്ചു. അവൻ ഏതാണ്ട് വളർച്ചയെത്തിയപ്പോഴേക്ക് അച്ഛനോടും അമ്മയോടും ടാറ്റ പറഞ്ഞു പിരിഞ്ഞു. രാജ്യം ഭരിക്കാൻ നിന്നില്ല. രണ്ടാമത്തെ കുഞ്ഞായി, അവനും പോയി. മൂന്നാമത്തതും പോയി. 4, 5, 6, 7. മന്ത്രി പറഞ്ഞു, രാജൻ, ഇത് അവളുടെ പണിയാണ്. അവൾ പിള്ളേരെ വളർത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ട് അടുത്ത കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പെറ്റ് വീഴുമ്പോൾ തന്നെ കുഞ്ഞിനെ മാറ്റിക്കണം. വെളി ശരിയല്ല രാജ്ഞി. അതുകൊണ്ട് കുഞ്ഞിനെ അവൾ വളർത്താൻ സമ്മതിക്കരുത്. പ്രസവിച്ചു, കുഞ്ഞിനെ എടുത്ത് മാറ്റി. കുഞ്ഞ് വളരെ സുമുഖനും സുന്ദരനുമൊക്കെയായി വളർന്നു. മിടുക്കനായി, വിദ്യാഭ്യാസത്തിലെല്ലാം അത്യുത്തമനായി, പഠിപ്പിച്ചു, കേമനായി, രാജ്യഭാരം ഏൽപ്പിച്ചു. അപ്പോൾ ഇതുവരെ തള്ളയെ കാണാൻ സമ്മതിക്കാതെ വളർത്തിയതാണ്. തള്ള ശയ്യാവലംബിയായി കിടക്കുമ്പോൾ രാജാവിനോട് പറഞ്ഞു, എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഒന്ന് കണ്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട. കണ്ടു. ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി. പിറ്റേ ദിവസം രാവിലെ മുതൽ പഴയ ഭരണാധികാരി അല്ലിപ്പോൾ അവൻ. എൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അമ്മ കണ്ണടയ്ക്കുകയും ചെയ്തു. മന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ രാജൻ, അവൾ കണ്ടാൽ തന്നെ മാറ്റം വരും. അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പല്ല സാധനം. ഇപ്പം കണ്ടില്ലേ മോന്, രാജൻ ഉണ്ടാക്കിയെടുത്ത മമതയൊന്നും ഇന്ന് അവനില്ല. അതുകൊണ്ട് അവനെ വഴക്കാൻ ഇനി ആർക്കും പറ്റില്ല. പക്ഷെ ഭരണം ഉത്തമമാണ്. രാജൻ എങ്ങനെയാണോ അവനെ വളർത്തിയത്, ആ രംഗത്തവൻ അധികായനായത് അവൾ നോക്കിയിട്ടാണ്. അത് ശരിയാണ്. പക്ഷെ അവന് മമതയില്ല. രാജ്യം ഭരിക്കുക. അച്ഛനും മരിച്ചു, ഇപ്പോൾ രാജാവാണ്, ചക്രവർത്തിയാണ്. ഇപ്പോൾ ചേട്ടന്മാർ ഹിമാലയ പ്രാന്തത്തിൽ തപസ്വാധ്യായ നിരതന്മാരായിരിക്കുമ്പോൾ മനസ്സിലാക്കി തൻ്റെ അമ്മ പ്രസവിച്ചതിൽ ഒരുത്തൻ മാത്രം ഈ ലൗകിക മതയിൽ പെട്ടുപോയിരിക്കുന്നു. അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അങ്ങോട്ട് തന്നെ പോവുക. ഇവർ 7 പേരും കൂടെ യാത്രയായി. തമ്മിൽ ആലോചിച്ചു എങ്ങനെയാണ് ഇവനെ ഡീൽ ചെയ്യേണ്ടത്. കുഴപ്പമൊന്നുമില്ല, നമുക്കും അവകാശമുണ്ടല്ലോ രാജ്യത്ത്. ഇവൻ ഈ മമതയിൽ പെട്ടുകിടക്കുകയല്ലേ, നമ്മളിന്ന് നമ്മുടെ അവകാശം അങ്ങ് ഉന്നയിച്ചാൽ ഇവൻ എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പം നേരെ പോയി. അവിടെ ചെന്നു. സഹോദരങ്ങളാണെന്നൊന്നും അറിയില്ല. അവരെ വിളിച്ചു, വിധിയാവണ്ണം സ്വീകരിച്ചു, വേണ്ടതെല്ലാം കൊടുത്തു. എങ്ങനെയാണോ ആചാര്യവര്യന്മാരെ സ്വീകരിക്കേണ്ടത് അതുപോലൊക്കെ സ്വീകരിച്ചു. ഇതൊക്കെ അവിടുത്തതാണ് എന്നവരോട് പറയുകയും ചെയ്തു, അറിയാതെയെങ്കിലും. കാണണമെന്ന് വിചാരിച്ചാണ് വന്നത്. നിങ്ങൾക്കൊരു കുറേ സഹോദരന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. അവരുടെയാണ് ഈ രാജ്യം. വന്നാൽ ഇതൊന്ന് ഏൽപ്പിച്ചിട്ട് പോകാനാണ്. ഇപ്പോഴും ഇതെൻ്റെയല്ല. ഭരിക്കുന്നതും ഞാനല്ല, ഭരിക്കുന്നതൊക്കെ അവിടുത്തെ നിയോഗത്തിലാണ്. കാര്യങ്ങളിങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. വന്നവർ ഏത് നിലയിലായിരിക്കും പോയതെന്ന് ഞാൻ പറയണ്ട. അപ്പോൾ ആ അമ്മ എന്താണ് ഉപദേശിച്ചത് എന്ന്
ആളുകൾക്കറിയാൻ ആകാംക്ഷയുണ്ടായി. ആ അമ്മ ജനിച്ചു കഴിഞ്ഞ് മക്കൾക്ക് ഉപദേശിച്ച ഒന്നേ ഉണ്ടായിരുന്നു: ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി. ശുദ്ധനായി, ബുദ്ധനായി, നിരഞ്ജനനായി. നീ പുത്രനല്ല, നീ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാലനും ഒന്നുമല്ല. നീ ശുദ്ധനും ബുദ്ധനും മുക്തനുമാണ്. ഒന്നും നിന്റെയല്ല. നീ ഏകവും അദ്വയവുമായ ആത്മാവാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഒരമ്മ കൊടുക്കുക? പക്ഷേ മമതയുടെ ലോകങ്ങളിലിരുന്ന് നീ പുത്രനാണ്, നീ സഹോദരനാണ്, നീ ഭർത്താവാണ്. എവിടുന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്ത് ഇന്ന പോലെ നീ ഭർത്താവാണ്, മറക്കരുത്, ഭർത്താവിൻ്റെ കടമകൾ, അവളേക്കൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവളുടെ ഭർത്താവാണെന്ന് മറക്കരുത്, അങ്ങനെയാണ് നീ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പുറത്ത് അതും പറഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ നീ മകനാണെന്നുള്ളത് മറക്കരുത്. മകനായും ഭർത്താവായും ആടിക്കുഴഞ്ഞ് തളർന്ന ആത്മാവാകാതെ മറ്റെല്ലാമായി മാറുന്ന ജീവിതം ശരിയല്ല. ഈ അഹങ്കാരം ബന്ധമാണ്. ഇത് മാത്രമാ ബന്ധം. ഇതിൽ സമസ്തവും അടങ്ങും. ഈ ബന്ധത്തിനാണ് വാഞ്ചിക്കുന്നത്. എല്ലാ അഭിവാഞ്ചയും പുരുഷാപരാധജന്യമായ ബന്ധത്തിനു മാത്രമാണ്, ബന്ധമോചനത്തിനല്ല. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഗുരുവാണ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഗുരുവാണ്. ഇത് പുരുഷാപരാധമാണ്. മനസ്സിലായില്ല? പുരുഷാപരാധമായ അഹന്ത എവിടെ വരുന്നുവോ ഭഗവാൻ അവിടുന്ന് പ്രധാനമന്ത്രിയുടെ കുടുംബഗുരുവാണെന്ന് കേട്ടിട്ടുണ്ട്. ബന്ധം വന്നു കഴിഞ്ഞു. ബന്ധം അപ്പോൾ വന്നു കഴിഞ്ഞു. ബന്ധം വരുമ്പോൾ അറിയാം. മുഖത്ത് തെളിച്ചം വരാം, മുഖത്ത് ദുഃഖം വരാം, കോപം വരാം, ഹർഷം, ശോകം, ക്രോധം, ഇതൊക്കെ വരാം. ഒരുതരം ഇക്കിളിയും വരാം. അങ്ങനല്ലേ എന്ന് പറയണ്ടേ? അതൊക്കെ ബന്ധത്തിൻ്റെ പ്രകടീഭാവങ്ങളാണ്. ഞാൻ ആത്മാവാണെന്ന കേവലതയിൽ ഇതൊന്നുമില്ല. ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലായി കാണും. അപ്പോൾ ഞാനെന്ന അഹന്ത ഇല്ലാത്തത് മോക്ഷം. എപ്പോൾ അഹങ്കാരമുണ്ടോ അപ്പോൾ ബന്ധം. ഇതി മത്വ എന്നു മനനം ചെയ്ത് ഹേലയാ വെറുതെ കിഞ്ചിത് മാഗൃഹാണ ഒന്നും സ്വീകരിക്കണ്ട. ഒരഹന്തയെയും ഒരു പുരുഷാപരാധത്തെയും സ്വീകരിക്കണ്ട. അങ്ങനെ ഇരിക്കാൻ ഉറക്കെ എളുപ്പമാണ്. അല്ല.
ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. കാരണം പുരുഷാപരാധം സ്വീകരിച്ചിരുന്നതെല്ലാം ദുഃഖവും വേദനയും സംഘർഷവുമാണ്. ആരാണ് സംഘർഷം ഇഷ്ടപ്പെടുന്നത്? ഇടുന്നില്ല. അപ്പോൾ എളുപ്പം ഏതാണ്? പറയാം എന്നല്ല, എളുപ്പം ഇത് മാത്രമാണ്. അല്ല എന്ന ആ തോന്നലുണ്ടല്ലോ, അതാണ് വഴിയിലെ തടസ്സം. നിങ്ങളിലെ പുത്രനെ അവർ കാണുന്നത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിലെ പുത്രൻ സജീവമായി ഉണർന്നു നിൽക്കുകയും ഉണർന്നു നിന്നുകൊണ്ട് ആ ഉണർവിലിരുന്ന് അതിൽ നിന്ന് മുക്തിയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. 4 പുത്രന്മാരുള്ള ഒരമ്മ 4 പേരോടും പുത്രനാണെന്ന്